എന്താണ് തോബിത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന ചരിത്രം? അവിടെ 3 തരത്തിലുള്ള പ്രതിസന്ധികളെ കുറിച്ച് കാണുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ കുടുംബജീവിതത്തില്, സഭാജീവിതത്തില്, പൊതുസമൂഹത്തില് ഇന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അതിലെല്ലാം ഈ നിഷേധാത്മകതയാണ്, നെഗറ്റിവിറ്റി, എല്ലാത്തിനെ കുറിച്ചും കുറ്റം പറയലുകൊണ്ട് സമാധാനമില്ലാത്തൊരവസ്ഥ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ പലപ്പോഴും ഈ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത അത് എല്ലായിടത്തുമായിരിക്കുക. വലിയ തോബിയാസിന്റെ ജീവിതകഥ നമുക്കറിയാം. നന്മ മാത്രം ചെയ്തു പോയ, ആരും നോക്കാനില്ലാതെ, പ്രത്യേകിച്ച് മൃതശരീരങ്ങൾ പോലും വഴിയിൽ കിടക്കുന്ന ഒരു അവസരത്തില് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, ഉദ്ധരിക്കാൻ ഇറങ്ങിത്തിരിച്ച വലിയ തോബിയാസിന് എല്ലാം നഷ്ടപ്പെട്ട് ദരിദ്രനായ ഒരവസ്ഥ. ഇത്രമാത്രം നന്മ ചെയ്തൊരു വലിയ തോബിയാസിന് പക്ഷിയുടെ കാഷ്ടം വീണ് കണ്ണിന്റെ അന്ധത നശിച്ച അവസ്ഥ. ഇതാണ് ഒരു സാഹചര്യം. അപ്പുറത്ത് റഘുവേലിന്റെ മകൾ സാറ വലിയ ലക്ഷ്യത്തോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് അസ്തമേവുസ് എന്ന് പറയുന്ന പിശാചിന്റെ പൈശാചികമായ ആക്രമണത്തിൽ കുടുംബജീവിതത്തെ തകർക്കുന്ന പൈശാചിക ബാധയുടെ ഒരവസ്ഥ. ഇങ്ങനെ ദാരിദ്ര്യവും അന്ധതയും പൈശാചിക പ്രവർത്തനങ്ങളും ഒക്കെയുള്ള ഒരു കഥയാണ്, സംഭവമാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. ഇവിടെ ഞാനും നിങ്ങളും പലപ്പോഴും ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിട്ടില്ലേ എന്ന് ചിന്തിച്ചു പോകുകയാണ്. കോവിഡ് മഹാമാരി നമ്മൾ വളരെയേറെ തകർത്തു. ഇത്രമാത്രം നന്മ ചെയ്തിട്ടും ദൈവമേ നീ എന്തുകൊണ്ട് ഇത് അനുവദിച്ചു എന്ന് ചോദിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും യൗസേപ്പ് പിതാവിനും യേശുവിന്റെ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കാണാതായതുപോലെ ദൈവമേ നീ എവിടെ പോയി എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ നിങ്ങളും ഞാനും ഒക്കെ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്താറില്ലേ? ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാനും ചിന്തിച്ചു പോകാറുണ്ട്, ദൈവമേ നീ എവിടെ പോയി? എല്ലാം നല്ല ഉദ്ദേശത്തോടെ ചെയ്തു കഴിഞ്ഞിട്ട് ആ നന്മയെ, ഉദ്ദേശശുദ്ധിയെ ഒന്നും ചിന്തിക്കാതെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നു കാണുമ്പോൾ ദൈവമേ നീ എവിടെ പോയി എന്ന് ചോദിക്കാറുണ്ട്. അന്ധത എല്ലാത്തിനെയും തമസ്കരിക്കുന്ന, തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്ന, പക്ഷിയുടെ കാഷ്ടം കൊണ്ട് കാഴ്ച നശിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഇന്ന് സർവ്വസാധാരണമായി. ഇന്നത്തെ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സത്യം എന്തെന്ന് അറിയില്ല. പലപ്പോഴും സത്യത്തേക്കാൾ അപ്പുറത്ത് സത്യമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ വലിയ നിരയാണ് കാണുന്നത്. ആർക്കും ഒന്നും ഏതാണ് ശരിയെന്ന് മനസ്സിലാവാത്ത രീതിയിൽ എല്ലാത്തിനെയും കാഴ്ച നശിപ്പിക്കുന്ന ഒരവസ്ഥ എല്ലായിടത്തും, സഭയ്ക്കുള്ളിലും കുടുംബത്തിലും പൊതുസമൂഹത്തിലും എല്ലാം നാം കാണുകയാണ്. അവിടെയാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും വെളിച്ചത്തിൽ വലിയ തോബിയാസ് ദരിദ്രനായതുപോലെ എല്ലാം നശിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ നിരാശപ്പെട്ടു പോകുന്ന 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. ഇതിലൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്വന്തം വഴിക്ക് പോകുന്നവര്. ഇതുപോലെ തന്നെയാണ് പൈശാചികമായ ബന്ധനത്താൽ റഘുവേലിന്റെ മകൾ സാറ വിവാഹം ചെയ്യുമ്പോൾ ആദ്യ രാത്രിയിൽ തന്നെ വരന്മാരെ കൊല്ലുന്ന പൈശാചിക ബാധ. ചിലപ്പോൾ നമ്മുടെയും സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളില് ചിലപ്പോഴൊക്കെ നമ്മളും ചിന്തിച്ചു പോകാറില്ലേ, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് പിശാചിന്റെ ബന്ധനമല്ലേ? ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ എന്നൊക്കെ ചിലപ്പോഴൊക്കെ കുടുംബജീവിതത്തില്, സഭയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തനങ്ങളിൽ, പൊതുസമൂഹത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു?
ഞാനും നിങ്ങളൊക്കെ ചോദിച്ചു, ഇതെന്തെങ്ങനെ എല്ലാം നന്മയ്ക്കായി ചെയ്തിട്ട് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. എമ്മാവൂസ് ശിഷ്യന്മാരുടെ കൂടെ ഇറങ്ങി തിരിച്ച യേശുവിനെ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ കാണാം. ഇതാണ് വലിയ തോബിയാസിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അവനൊരു ഓർമ്മപ്പെടുത്തൽ. ഗബായേലിന് ഞാൻ പണം കടം കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചു തന്നാൽ എൻ്റെ ഈ ദാരിദ്ര്യ അവസ്ഥയ്ക്ക് മോചനം ഉണ്ടാകും. കൊച്ചു തോബിയാസിനോട് പറഞ്ഞു, നീ ആരെങ്കിലും കൂട്ടിപ്പോയി നീ അത് കൊണ്ടുവരിക. വലിയ തോബിയാസ് ആ തോബിയാസ് പറഞ്ഞപ്പോൾ അത് ദൈവഹിതമായി മനസ്സിലാക്കി കൊച്ചു തോബിയാസ് ഇറങ്ങിത്തിരിക്കുകയാണ്. അവന്റെ മുമ്പിൽ പലതരത്തിലുള്ള യുക്തികൾ ഉണ്ടാകും. എനിക്കറിയില്ല എന്നൊക്കെ പറയും. ഇന്ന് എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ പറഞ്ഞാൽ, ഇതാണ് ദൈവത്തിന്റെ പദ്ധതി, ഇതാണ് സഭയുടെ പദ്ധതി, ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെയൊന്നും വേറെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കുടുംബത്തില്, സഭയില്, സമൂഹത്തിലൊക്കെ കാണുമ്പോഴാണ് കൊച്ചു തോബിയാസ് എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കുക. ആരെങ്കിലും കൂട്ടിന് കിട്ടുമോ എന്ന് നോക്കി. അപ്പോഴാണ് റഫായേൽ പേര് മാറി അസറിയാസ് എന്ന പേരിൽ ഞാൻ കൂടെ വരാമെന്ന് പറയുന്നു. ഐസിയാ പ്രവാചകനിലൂടെ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാകുകയാണ്. പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. മത്തായി സുവിശേഷത്തിലെ 28-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്യം പറഞ്ഞു, യേശു പറഞ്ഞു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. റഫായേൽ മാലാഖ ഇതാ കൂട്ടിന് വരികയാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കയില്ല എന്നുള്ള ബോധ്യം. അതാണ് തോബിത്തിന്റെ പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായത്തില് എല്ലാം ശുഭമായി കഴിഞ്ഞപ്പോൾ ദൈവത്തെ റഫായേൽ മാലാഖയെ ആരാധിക്കാനായി തിരിഞ്ഞ വലിയ തോബിയാസിനോടും ചെറിയ തോബിയാസിനോടും മാലാഖ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞു, നീ അന്ധനായപ്പോൾ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്നാണോ നീ ചിന്തിക്കുന്നത്? യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ സഹനത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ഭയപ്പെടേണ്ട, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇതാണ് ഈ സംഭവം നമുക്ക് തരുന്ന സന്ദേശം. അങ്ങനെ ഗബായേലിന്റെ അടുത്തേക്ക് പണം വാങ്ങാൻ കൊച്ചു തോബിയാസിനെ അസറിയാസ് എന്ന പേരുള്ള റഫായേൽ മാലാഖ കൊണ്ടുപോകുമ്പോൾ, കുളിക്കാൻ കുളത്തിലിറങ്ങിയപ്പോൾ നടന്ന സംഭവമാണ് ഇന്ന് ഈ സന്ദേശത്തിൽ പ്രാധാന്യത്തോടെ ഏറ്റവും പ്രധാന കാര്യമായി നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. റഫായേൽ കൊച്ചു തോബിയാസിനെ കൊണ്ടുപോയത് മീനിന്റെ അടുത്തേക്കാണ്. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ മീനിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക? ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഞാൻ പറയുക മീനാണ്. ഇത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ആദിമസഭ യേശുവിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു വാക്ക് ഗ്രീക്കില് ഇക്തുസ് എന്നാണ്. ഇക്തുസ് എന്ന വാക്കിന്റെ അർത്ഥം മീൻ. അതിന്റെ ഫുൾ ഫോം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ദ സേവിയർ. ഈശോ മിശിഹ ദൈവത്തിന്റെ പുത്രൻ, രക്ഷകൻ. ഇതാണ് ഇക്തുസ്, മീൻ എന്ന വാക്കിന്റെ അർത്ഥം. റഫായേൽ മാലാഖ കൊച്ചു തോബിയാസിനെ കൊണ്ടുപോയത് എവിടേക്കാ? മീൻ അതെടുത്ത് ചാടിപ്പോ പിടിച്ചെടുക്കാൻ പറഞ്ഞു. എനിക്ക് ഈ തിരുനാളിന്റെ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ബൈബിളിൽ പറയുന്ന ഈ മീനിനെ പിടിച്ചെടുക്കണം. റഫായേൽ മാലാഖ
രണ്ട് കാര്യങ്ങൾ കൊച്ചു തോബിയാസിനോട് പറഞ്ഞു. ഒന്ന്, ആ മീനിന്റെ ചങ്കും കരളും ഒന്നുകൂടിയുണ്ട്, കൈപ്പയും എടുത്ത് സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു, നീ അത് ചുട്ട് നിന്റെ യാത്രാ ഭക്ഷണമായി കഴിക്കണം. ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഈ മീനിനെ നമുക്ക് കിട്ടണം. അത് ഇക്തുസ്, യേശുവാണ്. നമ്മുടെ ജീവിത യാത്രയിൽ, പ്രതിസന്ധികളുടെ യാത്രയിൽ നമുക്കുള്ള യാത്രാ ഭക്ഷണം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ ശരീരമാണ്. ആ യേശുവിന്റെ ശരീരരക്തങ്ങൾ നമ്മൾ ഭക്ഷിച്ചാൽ പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമുള്ള ജീവിതത്തിൽ ശക്തി ലഭിക്കും, ലക്ഷ്യസ്ഥാനത്തെത്തും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പിന്നെ ചങ്കും കരളും സൂക്ഷിക്കാൻ പറഞ്ഞു. എന്താണ് യേശുവിന്റെ ചങ്ക്? എന്താണ് യേശുവിന്റെ കരള്? ഇവിടെയാണ് ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ യേശുവിന്റെ ചങ്കിനെ കുറിച്ച് പറയുന്നത്, ഹൃദയത്തെ കുറിച്ച് പറയുന്നത് ഈശോയുടെ ചങ്കേത, ഈശോയുടെ തിരുഹൃദയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിച്ചാൽ പേടിക്കേണ്ട എന്ന് കൊച്ചു തോബിയാസിനോട് പറഞ്ഞു. ഈശോ ഈ കുടുംബത്തിന്റെ നാഥൻ എന്ന് വീട്ടിൽ എഴുതി വെച്ചത് കൊണ്ടായില്ല. ഓരോ ദിവസവും തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലി ഈശോയിൽ ആശ്രയിക്കാനാണ്, ആ ഹൃദയത്തിൽ വസിക്കാനാണ്. യേശു പറഞ്ഞു യോഹന്നാൻ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ, മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമയിലൂടെ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈശോയിൽ ആശ്രയിച്ച് അവിടത്തിൽ വസിക്കാനാണ് ഈ സംഭവം നമ്മെ ഓർക്കുന്നത്. കരൾ, അത് ദ്യോതിപ്പിക്കുന്നത് അത് പരിശുദ്ധ കുർബാനയെയാണ്. ഈ കുർബാന നമ്മൾ സ്വീകരിച്ചാൽ, ജീവിതത്തിന്റെ ഭക്ഷണമായി സ്വീകരിച്ചാൽ ജീവിതത്തിൽ ശക്തി സംഭരിക്കും. കൊച്ചു തോബിയാസിനോട് പറഞ്ഞത്, വലിയ തോബിയാസിന്റെ അന്ധത മാറ്റാൻ, സാറായുടെ പൈശാചിക ബന്ധനം മാറ്റാൻ റഫായേൽ മാലാഖ ചെയ്ത പ്രതീകങ്ങൾ ഏതെയാണ്? റഘുവേലിന്റെ വീട്ടിൽ ചെന്നപ്പോൾ, തന്റെ ചാർച്ചക്കാരാണ്, അവരുടെ പാരമ്പര്യം അനുസരിച്ച് ഈ സാറയെ, സുന്ദരിയായ സാറയെ ഭാര്യയായി നൽകാൻ റഘുവേൽ തയ്യാറാകുകയാണ്. പക്ഷേ ആദ്യ രാത്രിയിൽ നേരത്തെ ഉണ്ടായിരുന്ന വരന്മാർക്ക് സംഭവിച്ചതുപോലെ മരണം സംഭവിക്കുമോ എന്നുള്ള പേടിയിലായിരിക്കുമ്പോൾ റഫായേൽ മാലാഖ കൊച്ചു തോബിയാസിനോട് പറഞ്ഞെന്താ, നീ ചങ്കും കരളും പുകയ്ക്കണം, കത്തിക്കണം. നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തില് പരിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് അവിടെ അതിൻ്റെ പ്രകാശം, അതിൻ്റെ മണം, അതിൻ്റെ ശക്തി വരുമ്പോൾ ഏതു തരത്തിലുള്ള പൈശാചിക ബന്ധനത്തിൽ നിന്നും മോചനം നമുക്ക് കിട്ടും. അതിനെക്കുറിച്ച് സംശയമില്ല. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നേ, എന്നോട് തന്നെ ചോദിക്കുന്നേ, നിങ്ങളുടെ കുടുംബത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ശക്തി ഉണ്ടോ? പൈശാചിക ബന്ധനം വരില്ല. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ചിട്ടുണ്ടോ? ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്, അനുസരണക്കേടുണ്ടാകുന്നത്, പലതരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഈശോയിൽ ആശ്രയിക്കുക, പരിശുദ്ധ കുർബാനയിൽ തന്നെ ആശ്രയിക്കുക, പരിശുദ്ധ കുർബാനയെ ആരാധിക്കുക. ഈ ബന്ധനങ്ങളെല്ലാം തീരുമെന്നതിനെ കുറിച്ച് സംശയമൊന്നും വേണ്ട.